إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أوصيكم بإياي تقوى الله സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ റബ്ബ് സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകളനുസരിച്ച് ജീവിക്കണമെന്ന് റബ്ബ് സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകളനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ്, റബ്ബ് സുബ്ഹാനഹു തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമുക്ക് റമദാനിലേക്ക് പ്രവേശിക്കുവാൻ സാധിച്ചിരിക്കുകയാണ്. റബ്ബിനെ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. ഓരോ റമദാൻ കിട്ടുന്നതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. സഹാബാക്കളുടെ സ്വപ്നവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിപ്പിച്ചെടുത്ത് കാണുവാൻ സാധിക്കും.
മുന്നേ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ തൗഫീക്ക് ലഭിച്ച ആളെക്കുറിച്ച് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ സൂചിപ്പിച്ചത് അദ്ദേഹത്തിന് കൂടുതൽ ആയുസ്സ് ലഭിക്കുകയും റമദാൻ പൂവണിയുവാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതകാലത്ത് ഒരുപാട് റമദാനുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് എല്ലാവരിൽ നിന്നും അത് സ്വീകരിക്കപ്പെടുമാറാവട്ടെ. കഴിഞ്ഞ ഖുതുബയിലൂടെ നമ്മൾ അഹ്കാമുകളൊക്കെ റമദാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും ആ ഒരു പുണ്യത്തിൻ്റെ പ്രതീക്ഷയോടുകൂടി ഇന്ന് പ്രവേശിച്ചു കയറുകയുമാണല്ലോ. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ വിശ്വാസം എന്ന അടിത്തറ. ഒരു കെട്ടിടത്തിന് അടിത്തറ എങ്ങനെയാണോ അതുപോലെയാണ് ഇസ്ലാമിൽ ഈമാൻ എന്നുള്ളത്. ഒരാളുടെ കർമ്മങ്ങൾ, അമലുകൾ അള്ളാഹുവിങ്കിൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ ശരിയായിട്ടുള്ള വിശ്വാസം ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. അത് അനിവാര്യമാണ് എന്നർത്ഥം. മനസ്സ് നന്നാവാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ആത്മീയമായിട്ടുള്ള മൂല്യങ്ങൾ കുറവായിരിക്കുമെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരാൾ എത്രയധികം ദാനധർമ്മങ്ങൾ ചെയ്താലും അത് സൃഷ്ടാവായ അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ടും അവൻ്റെ പ്രീതിക്ക് വേണ്ടിയും അല്ലെങ്കിൽ അതിന് പരലോകത്ത് പ്രതിഫലം ലഭിക്കില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിലെ ഓരോ കർമ്മത്തിനും അതിൻ്റേതായ ക്രമമുണ്ട് എന്ന്. ആ ക്രമം തെറ്റുവാൻ നമുക്ക് പാടില്ല. നിസ്കാരമാണെങ്കിലും വുളു ഇല്ലാതെ നിസ്കാരം ശരിയാവില്ല. നിസ്കാരത്തിൽ തന്നെ ആദ്യം തക്ബീർ ചൊല്ലണം, പിന്നെ ഖിറാഅത്ത്, പിന്നെ റുക്കൂ, സുജൂദ് എന്നിങ്ങനെ ഒരു ക്രമം രൂപം നൽകിയിട്ടുണ്ട്. അത് വ്യത്യസ്തമായി ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു അത് സ്വീകരിക്കപ്പെടുകയില്ല. അതുപോലെ തന്നെ കലിമ ഷഹാദത്ത് വിശ്വാസം കഴിഞ്ഞാണ് നിസ്കാരം വരുന്നത്, നോമ്പ് വരുന്നത്, സകാത്ത് വരുന്നത്, ഹജ്ജ് വരുന്നത്. ഇങ്ങനെ ഓരോ കർമ്മങ്ങളും ക്രമപ്രകാരമുള്ള രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പഠിപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിലേക്ക് എത്തിയ അതിഥിയായിട്ടുള്ള റമദാൻ മാസത്തെ സ്വീകരിക്കുമ്പോൾ അത് കേവലം പട്ടിണിക്കിടുക എന്നുള്ള കാര്യമല്ല, മറിച്ച് വിശ്വാസവും പ്രതിഫലേച്ഛയും മുൻനിർത്തിയായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ആ റമദാന് നിർവഹിക്കപ്പെടേണ്ടത്. നിസ്കാരവും നോമ്പും പോലുള്ള ശാരീരിക കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഈമാൻ കൂടുതൽ ശക്തിപ്പെടുവാൻ നമുക്ക് സാധിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ദോഷബാധയെ സൂക്ഷിക്കുന്നവരാകാൻ വേണ്ടിയാണ്, തഖ്വയുള്ള ആളുകളാകുവാൻ വേണ്ടിയാണ്, ലഅല്ലക്കും നിങ്ങളായിത്തീരുവാൻ വേണ്ടിയാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുമ്പോൾ, തഖ്വയുള്ളവരായിത്തീരുവാൻ വേണ്ടിയാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുമ്പോൾ, ആ തഖ്വ നേടിയെടുക്കുവാൻ നോമ്പിലൂടെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും അച്ചടക്കമുള്ള ഒരു ജീവിത രീതിയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത് എന്നർത്ഥം. ആദ്യം വിശ്വാസം നന്നാക്കുക, പിന്നീട് ക്രമപ്രകാരം കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുക. ഇതാണ് വിജയത്തിൻ്റെ രേഖയായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. റമദാനിലെ ഈ നോമ്പ് കാലം നമ്മുടെ വിശ്വാസമൊക്കെ വർദ്ധിപ്പിക്കുവാനും കർമ്മങ്ങൾ മെച്ചപ്പെടുത്തുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ മൂന്നാമത്തെ കാര്യമാണ് സക്കാത്ത് എന്നുള്ളത്. നോമ്പിന് നൽകുന്ന അത്രയും പ്രാധാന്യം സക്കാത്തിൻ്റെ കാര്യത്തിൽ പലപ്പോഴും മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകൾ, നമ്മുടെ സമുദായം
അത് പുലർത്തുന്നുണ്ടോ എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി കൊണ്ട് കിടക്കുന്ന കാര്യമാണ്. സക്കാത്തിന്റെ ഗൗരവം വിശുദ്ധ ഖുർആനിൽ 80-ലധികം സ്ഥലങ്ങളിൽ നിസ്കാരം നിലനിർത്തുക എന്ന് പറയുന്നതോടൊപ്പം തന്നെ സക്കാത്ത് നൽകുക എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയും നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് രണ്ടും തമ്മിലുള്ള അവിഭാജ്യമായിട്ടുള്ള ബന്ധത്തെയാണ് എന്ത് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്. നിസ്കാരം ഉപേക്ഷിക്കുന്നത് എത്രത്തോളം ഗൗരവമുണ്ടോ അതുപോലെ തന്നെയാണ് സക്കാത്ത് ഉപേക്ഷിക്കുന്നതിൻ്റെയും ഗൗരവം എന്നുള്ള അർത്ഥം. അപ്പോൾ നിലവിലെ സമൂഹത്തിൻ്റെ അവസ്ഥ നോമ്പ് നോൽക്കുന്നത് പോലെ കൃത്യമായ കണക്കെടുത്ത് സക്കാത്ത് നൽകാൻ പല ആളുകളും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. സമ്പത്തിൻ്റെ 2.5% എന്നത് കൃത്യമായി കണക്കാക്കേണ്ട ഒരു ബാധ്യതയാണ്. സക്കാത്ത് എന്നത് ഒരു ഔദാര്യമായി കൊണ്ടല്ല നമ്മളെ പഠിപ്പിക്കുന്നത്. നേരെ മറിച്ച് സമ്പന്നന്റെ കയ്യിലുള്ള പാവപ്പെട്ടവന്റെ അവകാശമായി കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളത് ഉണർത്തുന്നത്. പലരും ഇത് കേവലം പുണ്യത്തിന് വേണ്ടി നൽകുന്ന ഒരു ചെറിയ ദാനധർമ്മ മാത്രമായിട്ടുള്ള രൂപത്തിലാണ് കാണുക ചെയ്യാറുള്ളത്. അത്തരത്തിലുള്ള ആളുകളെ നമുക്കിടയിൽ കാണുവാൻ സാധിച്ചു കൊണ്ടിരിക്കുകയും അത് അധികരിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലേക്കുമാണ് നമ്മൾ കാലെടുത്തു വെച്ചിട്ടുള്ളത്. ഇസ്ലാം ക്രമമുള്ള മതമാണെന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. നിസ്കാരവും നോമ്പും നിർബന്ധമാക്കിയതുപോലെ തന്നെ സാമ്പത്തിക ശേഷിയുള്ളവർക്ക് സക്കാത്തും എന്ത് ചെയ്തിട്ടുണ്ട്, നിർബന്ധമാക്കി വെച്ചിട്ടുണ്ട്. ഒന്നില് ശ്രദ്ധിക്കുകയും മറ്റേത് അവഗണിക്കുകയും ചെയ്യുന്നത് ആ വിശ്വാസത്തിൻ്റെ അപൂർണതയാണ്. ഒന്ന് ശ്രദ്ധിക്കുക, മറ്റേത് ഒഴിച്ചിടുക, അങ്ങനെയുള്ളൊരു നിലപാടെന്തില്ല, നമുക്കില്ല. നമ്മൾ വിശ്വാസികളാണ് എങ്കിൽ ആ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ക്രമപ്രകാരം നിർവഹിക്കേണ്ടവരാണെന്ന്. സമ്പാദ്യം നമ്മളുടെ കയ്യിലുണ്ട് എങ്കിൽ തീർച്ചയായും അതിന് നമ്മൾ സക്കാത്തുകൾ നിർവഹിക്കപ്പെടണമെന്നുള്ളത് നമുക്ക് വ്യവസ്ഥയാക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. സക്കാത്തിൻ്റെ കൃത്യമായിട്ട് നൽകപ്പെട്ടാൽ സമൂഹത്തിന് ദാരിദ്ര്യം വലിയൊരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. സമ്പത്ത് കുറച്ച് പേരുടെ കയ്യിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെടുന്നത് തടയാനുള്ള ഇസ്ലാമിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ നെട്ടലാണ് സക്കാത്ത് എന്ന് നമ്മൾ തിരിച്ചറിയണം. തൻ്റെ സമ്പത്ത് സക്കാത്ത് നൽകേണ്ട പരിധി നിസാബ് എത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. വർഷാവസാനം കൃത്യമായിട്ട് കണക്ക് തിട്ടപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. അർഹരായിട്ടുള്ള ആളുകളിലേക്ക് തന്നെയാണോ ഇത് എത്തുന്നത് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെയെല്ലാം ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏത് കാര്യം പോലെ നമസ്കാരവും നോമ്പൊക്കെ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ ആ സക്കാത്തിൻ്റെ വിഷയത്തിലും നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. സക്കാത്ത് നൽകാത്തവൻ്റെ നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്നാണ് പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്ന അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കണം. ഉദ്ധരണികൾ നമുക്ക് കാണുവാൻ സാധിക്കും. നിസ്കാരം സ്വീകരിക്കുകയില്ല. സക്കാത്ത് നൽകാൻ ഒരാൾ അവകാശിയായി തീർന്നിട്ടുണ്ട് എങ്കിൽ അയാളുടെ സക്കാത്ത് അയാൾ നിർവഹിക്കുന്നില്ല എങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ നമസ്കാരം ചെയ്യില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കപ്പെടുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ നോമ്പ് നോൽക്കുന്ന നമ്മൾ നമ്മുടെ സമ്പത്തിൻ്റെ ശുദ്ധീകരണമായ സക്കാത്തിനും അത്ര തന്നെ ശ്രദ്ധാലുക്കളായിരിക്കണമെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ആദ് ബിൻ ജബൽ റളിയല്ലാഹുവിനെ യമനിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കുന്നൊരു സന്ദർഭമുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഒരു ഉപദേശം എന്താണ്? ഇസ്ലാമിൻ്റെ തർത്തീബ് എന്താണെന്ന്, ക്രമം എന്താണെന്ന് വിശദമായി കൊണ്ട് ആ ഒരു ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വ ഇന്നക തഅതി ഖൗമൻ അഹ്ലൽ കിതാബ്, എന്താണ്? ഫദ്ഊഹും ഇലാ ഷഹാദതി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്, നീ ആദ്യം അവരെ അല്ലാഹു അല്ലാതെ മറ്റാരാധനില്ല, ഞാൻ അല്ലാഹുവിൻ്റെ ദൂതനാണ് എന്ന് സാക്ഷ്യം വഹിക്കാനാണ് നീ അവരെ ആദ്യമായി ക്ഷണിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആദ്യം വിശ്വാസം ശരിയാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ടോ റസൂലുള്ളാഹി പറഞ്ഞു ഫഇൻഹും അത്വഉ ലിദാലിക്, അങ്ങനെ അവർ അത് അനുസരിച്ച് കഴിഞ്ഞാൽ, അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഫഅലിംഹും അന്നല്ലാഹ ഇഫ്തറാ അലൈഹിം ഖംസ സ്വലവാത്തിൻ ഫീ കുല്ലി യൗമിൻ വലൈല, രാത്രിയിലും രാവിലെയുമായി കൊണ്ട് 5 നേരത്തെ നമസ്കാരം അവർക്ക് ഫർളാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നീ എന്ത് ചെയ്യണം? അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം.
ഫഇൻഹും അത്വാഉ ലിദാലിക്. ആ രണ്ടാമത്തെ കാര്യം പറഞ്ഞത് നമസ്കാരം അത് നിലനിർത്തുവാൻ അവരോട് പറയണം. ഇനി അത് അവരനുസരിച്ച് കഴിഞ്ഞാൽ നീ ഫഅലിംഹും അന്നല്ലാഹ ഇഫ്തറള അലൈഹിം സ്വദഖത്തുൻ ഫീ അംവാലിഹിം. അവരുടെ ധനത്തിലുള്ള സകാത്തിനെ കുറിച്ച് നീ എന്ത് ചെയ്യണം, അവർക്ക് നിർബന്ധ സകാത്തിനെ കുറിച്ച് നീ എന്ത് ചെയ്യണം, അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നാണ്. തുഖദു മിൻ അഗ്നിയാഇഹിം വതുറദ്ദു അലാ ഫുഖറാഇഹിം. അഥവാ അവരുടെ സമ്പന്നരിൽ നിന്ന് ശേഖരിച്ച് പാവപ്പെട്ടവർക്ക് നൽകേണ്ടതായിട്ടുള്ള ആ സക്കാത്തിനെ കുറിച്ചാണ് നീ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത്. ക്രമപ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹുവിനോട് എന്ത് ചെയ്യണം, ജബൽ റളിയല്ലാഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് ക്രമപ്രകാരം നീ അത് നിർവഹിക്കപ്പെടണമെന്നുള്ളത്. ഈ ഒരു ഹദീസിലൂടെ ധാരാളം പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നിസ്കാരത്തെക്കുറിച്ചോ സക്കാത്തിനെ കുറിച്ചോ പറയുന്നതിന് മുമ്പ് ആദ്യം പറയപ്പെട്ടത് എന്താ? ഷഹാദത്താണ്, വിശ്വാസമാണ്. വിശ്വാസം ഒരാളുടെ ഇത് ശരിയാവാതെ എന്ത് തന്നെ പ്രവർത്തിച്ചിടുമെന്നില്ല, കാര്യമില്ല. അഥവാ തൗഹീദ് ഒരാൾക്ക് ഉണ്ടായിരിക്കും, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വിശ്വാസം അത് മനസ്സിലില്ലാണ്ട് എന്ത് തന്നെ അമലുകൾ ചെയ്തിട്ടും അയാൾക്ക് എന്തില്ല, കാര്യമില്ല. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കർമ്മങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യില്ല, സ്വീകരിക്കപ്പെടില്ല. അതാണ് നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട കാര്യം. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമസ്കാരത്തെക്കുറിച്ച് എന്ത് ചെയ്യുന്നത്, അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. പിന്നീട് സക്കാത്തിനെ കുറിച്ച് പാവപ്പെട്ടവരുടെ അവകാശം നിങ്ങൾ പിന്നെ സക്കാത്ത് എന്നത് സമ്പന്നൻ പാവപ്പെട്ടവന് നൽകുന്ന ഔദാര്യമല്ല എന്നും സമ്പന്നരിൽ നിന്ന് വാങ്ങുകയും പാവപ്പെട്ടവരിലേക്ക് മടക്കി കൊടുക്കുകയും ചെയ്യുക എന്നുള്ള ക്രമം നീ നിർവഹിക്കപ്പെടണമെന്നുള്ളത് നമസ്കാരത്തെക്കുറിച്ച് അതിനുശേഷം എന്ത് ചെയ്യണം, അദ്ദേഹം പറഞ്ഞു കൊടുക്കണമെന്ന് പറയണം. ഇതൊരു സാമ്പത്തികമായിട്ടുള്ള കൈമാറ്റമാണ് പഠിപ്പിക്കുന്നത്. സമ്പത്ത് ഒരു വിഭാഗത്തിൽ മാത്രം കെട്ടിക്കിടക്കാതെ സമൂഹത്തിൽ ചലനാത്മകമാകണമെന്നതാണ് ഇതിൻ്റെ ഏക ലക്ഷ്യമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഹദീസ് പഠിപ്പിക്കുന്ന മറ്റൊരു പാഠം സമൂഹത്തെ മാറ്റിയെടുക്കേണ്ടത് ഘട്ടം ഘട്ടമായി കൊണ്ടാണ് എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആദ്യം വിശ്വാസം ഉറപ്പാക്കുക, പിന്നെ ശാരീരിക ആരാധനാ കർമ്മങ്ങൾ അഥവാ നിസ്കാരം ക്രമപ്പെടുത്തുക, അതിനുശേഷം സാമ്പത്തിക ബാധ്യതകൾ. ഇങ്ങനെ ക്രമം ലംഘിക്കുന്നത് പലപ്പോഴും പ്രായോഗികമായിട്ടുള്ള പരാജയപ്പെടാനുള്ള കാരണങ്ങളായി തീരുമെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഹദീസിലൂടെ ഉണർത്തി തരുന്നുണ്ട്. സക്കാത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ? സക്കാത്ത് നൽകാത്തവരോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളതെന്നാ. അതെത്ര ഗൗരവത്തിൽ നമ്മൾ പറഞ്ഞ കാരണം എന്തുകൊണ്ടാ? അതിന് നല്ല ഒരു വിട്ടുവീഴ്ചയും നൽകാത്തില്ല. ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് സക്കാത്ത് നൽകില്ല എന്ന് പറഞ്ഞവർക്കെതിരെ അദ്ദേഹം ശക്തമായിട്ടുള്ള നടപടിയാണ് സ്വീകരിച്ചത്. ചുട്ടരിച്ച് കളയാനാണ് പറഞ്ഞത്. ആ വീടും കുടുംബവും കൂടി ചുട്ടരിച്ച് കളയാനാണ് എന്ത് ചെയ്യുന്നത്, പറയപ്പെടുന്നത്. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, നോമ്പ് നോൽക്കുകയും നിസ്കരിക്കുകയും ചെയ്യുന്ന അതേ ഗൗരവത്തോടെ സക്കാത്തിന്റെ കാര്യത്തിലും നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പലപ്പോഴും പാവപ്പെട്ടവർക്ക് നൽകുന്ന തുച്ഛമായ തുകയെ സക്കാത്തായി തെറ്റിദ്ധരിക്കുന്ന ആളുകളാണ് നമുക്കിടയിലുള്ളത്. എന്നാൽ ഓരോരുത്തരും തങ്ങളുടെ സമ്പത്ത് കൃത്യമായിട്ട് കണക്കാക്കി സക്കാത്ത് നൽകുന്നുണ്ടോ എന്ന് അവനവന് പരിശോധിക്കുക. മറ്റുള്ളവരെ ചൂണ്ടിക്കാണിക്കണ്ട. മറ്റുള്ള ആളുകളിലേക്ക് വിരൽ ചൂണ്ടുന്നതിന് മുമ്പ് ആ തള്ളവിരൽ നമ്മളിലേക്കാണ് മറ്റേത് ചൂണ്ടുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അപ്പം നമ്മുടെ കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യണം, നമ്മളത് ആ ശ്രദ്ധ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ആത്മപരിശോധന നടത്തേണ്ടതുണ്ട് എന്നർത്ഥം. ഇത് കേവലം ഒരു സാമ്പത്തിക ഇടപാടല്ല, മറിച്ചിട്ട് എന്താണ്, ആത്മീയവും സാമൂഹികവുമായിട്ടുള്ള വലിയൊരു പ്രക്രിയയാണെന്നുള്ളതാണ്. ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരാളുടെ സമ്പത്തിൽ അയാൾക്ക് മാത്രമല്ല അവകാശമുള്ളതെന്നാ. നമ്മൾ സമ്പാദിച്ചെടുക്കുന്ന സമ്പാദ്യം അതിൽ നമുക്ക് മാത്രമല്ല അവകാശമുള്ളത്, അതിൽ പാവപ്പെട്ടവർക്കുള്ള അവകാശമുണ്ട്. നമ്മുടെ സമ്പത്തിൽ പാവപ്പെട്ടവന്റെ വിഹിതം കലർന്നിട്ടുണ്ടാകുമെന്നുള്ളതാണ്. അത് നൽകാതിരുന്നാൽ ആ സമ്പത്ത് മുഴുവൻ അശുദ്ധമാകുന്ന, ആ സമ്പത്ത് മുഴുവൻ എന്ത് ചെയ്യും, അശുദ്ധമായി തീരും. സക്കാത്ത് നൽകുന്നതോടെ ബാക്കിയുള്ള സമ്പത്ത് ഉടമസ്ഥന് സമാധാനത്തോടെ അനുഭവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം നൽകുകയാണ് ചെയ്യുന്നത്.
അതിൻ്റെ സക്കാത്ത് അങ്ങോട്ട് എടുത്തു മാറ്റി കഴിഞ്ഞാൽ അതങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ശുദ്ധമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നേടിയെടുക്കുന്ന ഓരോ കാര്യത്തിനും നമ്മുടെ മനസ്സിന് റാഹത്തുണ്ടാവും. ഒരു പ്രയാസം നമുക്ക് അനുഭവപ്പെടൂല. എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നമുക്ക് നൽകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യരുടെ സഹജമായിട്ടുള്ള ചില ദുർഗുണങ്ങളിൽ നിന്ന് മനസ്സിനെ മോചിപ്പിക്കാൻ സക്കാത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. സമ്പത്തിനോടുള്ള അമിതമായിട്ടുള്ള ആർത്തിയും പിശുക്കുമെല്ലാം സക്കാത്തിലൂടെ നമ്മുടെ മനസ്സിൽ നിന്ന് എന്ത് ചെയ്യും? ഇല്ലാതായിത്തീരും. അതുപോലെ തന്നെ സമ്പന്നൻ പാവപ്പെട്ടവനെ സഹായിക്കുമ്പോൾ പാവപ്പെട്ടവന്റെ മനസ്സിൽ സമ്പന്നനോടുള്ള വിദ്വേഷം മാറി സ്നേഹം കൈവരിക്കാൻ സാധിക്കും. അവൻ ഇത്രയൊക്കെ കണ്ടില്ലേ കൊണ്ടിറക്കുന്നത്, എത്ര കാര്യങ്ങളാ, എത്രത്തോളം സമ്പത്താണ് അവൻ്റെ അടുത്തുള്ളത്, എന്നിട്ടൊരു നയാ പൈസ പോലും ഒരാൾക്കും കൊടുക്കുന്നില്ലല്ലോ എന്നുള്ള വിദ്വേഷം വളർന്നു വരുന്നത് എവിടുന്ന? ആ സക്കാത്ത് നിലനിൽക്കാത്തത് കൊണ്ടാണ്, അവനത് കൊടുക്കാത്തത് കൊണ്ടാണ്. അത് തട്ടിപ്പറിച്ച് മാന്തിയെടുക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ ഉണ്ടാകുകയും കലഹങ്ങൾ ഉണ്ടാകുകയും കൊലപാതകങ്ങൾ നിർവഹിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥകളിലേക്ക് വരെ സക്കാത്ത് നിന്നു കഴിഞ്ഞാൽ ഉണ്ടാകുമെന്ന് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അതുപോലെ തന്നെ സക്കാത്ത് നൽകിയാൽ പണം കുറയുമെന്നാണ് ലൗകികമായിട്ടുള്ള കണക്ക്, അല്ലേ? നമ്മളൊക്കെ സാധാരണ ധാരണ എന്താ? അതിങ്ങനെ കൊടുത്തു പോകുമ്പോൾ ഇന്ന് എന്ത് ചെയ്യാണ്? കുറഞ്ഞു പോവുകയാണ്. അതിൽ അള്ളാഹു നൽകുന്ന ബറക്കത്ത്, അനുഗ്രഹം വഴി എന്ത് ചെയ്യും? ആ സമ്പത്ത് വളർന്നു വരും എന്നുള്ളതാണ്. കൊടുത്തതിന് ഒരിക്കലും ചെയ്യില്ല, കുറവ് അല്ലാഹു സുബ്ഹാനഹു വ തആല വരുത്തുകയില്ല. നേരെ മറിച്ച് അതിന് വളർച്ചയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുക എന്നുള്ളതാണ്. ചെലവാക്കുന്ന ആളുകൾക്ക് അല്ലാഹു അതിനേക്കാൾ ഉത്തമമായത് പകരം നൽകുമെന്നുള്ളത് വിശുദ്ധ ഖുർആൻ കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ അറിയിച്ച കാര്യമാണ്. അതുപോലെ തന്നെ അതിൻ്റെ പരിശുദ്ധി, അത് കാത്തു സൂക്ഷിക്കുവാൻ അത് നമുക്ക് സാധിക്കണം. നോമ്പ് നോൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ, ആത്മാവിനെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ശുദ്ധീകരിക്കുന്നുണ്ട്. അങ്ങനെ ശുദ്ധീകരിച്ചിട്ടായിരിക്കണം നോമ്പ് നോൽക്കേണ്ടത് എന്ന് നമ്മൾ പഠിച്ച് കഴിഞ്ഞ ഖുതുബയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് അങ്ങനെയാണ് കടന്നു വരാൻ നമ്മൾ പഠിച്ചത്. അതുപോലെ തന്നെ സമ്പത്തിന്റെ കാര്യത്തിലും ശുദ്ധീകരണം വരുത്തണം. വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം, ഖുസ് മിൻ അംവാലികും സ്വദഖത്തുൻ തുതഹിറുഹും വതുസക്കിഹിം ബിഹാ. അവരുടെ സമ്പത്തിൽ നിന്ന് നീ സക്കാത്ത് സ്വീകരിക്കണം, അതിലൂടെ നീ അവരെ ശുദ്ധീകരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി നൽകപ്പെടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സമ്പത്തിൽ നിന്ന് സക്കാത്ത് നമ്മൾ കൊടുക്കണം. അതിലൂടെ ആ സമ്പാദ്യത്തിൽ ശുദ്ധീകരണം വരുത്തുവാൻ നമുക്ക് സാധിക്കണം, സംസ്കരിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കണം. എന്നാൽ സക്കാത്ത് നൽകാതെ ഈ ശുദ്ധീകരണം പൂർണ്ണമാകുകയില്ല എന്നുള്ളതാണ്. കാരണം ശരീരത്തിന്റെ ഇബാദത്താണ് നോമ്പ് എങ്കിൽ സമ്പത്തിന്റെ ഇബാദത്താണ് സക്കാത്ത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ശരീരത്തിന്റെ ഇബാദത്താണ് നോമ്പ് എങ്കിൽ സമ്പത്തിന്റെ ഇബാദത്താണ് സക്കാത്ത്. ആ സമ്പത്ത് ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് അതിൽ പറയപ്പെട്ട ഇബാദത്താണ് എന്ത്? സക്കാത്ത് എന്നുള്ളത്. അപ്പൊ അത്രത്തോളം നോമ്പിനെ എങ്ങനെ കാണുന്നോ, നമസ്കാരത്തെ എങ്ങനെ കാണുന്നോ, അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഇത് കൊണ്ടുപോകാൻ സാധിക്കണം. രണ്ടും ഒത്തുചേരുമ്പോഴാണ് ഒരു വിശ്വാസി പൂർണ്ണനായി തീരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നൽകേണ്ടത് എന്തിനൊക്കെയാണ് എന്നും നിബന്ധനകൾ എന്തൊക്കെയാണ് എന്നെല്ലാം നമ്മൾ അതോടൊപ്പം തന്നെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കടമയാണ്. എന്താണ് സക്കാത്ത് നിർബന്ധമാകുന്നതിന് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട 2 നിബന്ധനകൾ എന്താ? അതിലൊന്ന് നിസാബത്ത് എന്നുള്ളതും രണ്ടാമത്തത് ഹൗല് തികയുക എന്നുള്ളതുമാണ്. ഒരാളുടെ കൈവശമുള്ള സമ്പത്തിന് സക്കാത്ത് നിർബന്ധമാകണമെങ്കിൽ അള്ളാഹു നിശ്ചയിച്ച കുറഞ്ഞ അളവിനെയാണ് നിസാബ് എന്ന് പറയുന്നത്. സമ്പത്ത് ഈ പരിധിയിൽ കുറവാണെങ്കിൽ സക്കാത്ത് ചെയ്യേണ്ടില്ല, അവർക്ക് നൽകേണ്ടതില്ല. സ്വർണത്തിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു, 85 ഗ്രാം നമ്മുടെ കൈകളിൽ ഉണ്ട് എങ്കിൽ അതിന് സക്കാത്തിനുള്ള അളവായി. അതിന് കുറവുണ്ടെങ്കിൽ എന്ത് ചെയ്യണ്ട? സക്കാത്ത് കൊടുക്കേണ്ടതില്ല. വെള്ളിയുടെ കാര്യത്തിൽ 595 ഗ്രാം എന്ന് നമ്മളോട് എന്ത് ചെയ്തു? പഠിപ്പിച്ചു. അതിനുള്ള വിലയുള്ള ധനമാണെങ്കിലും വെള്ളിയാണെങ്കിലും നമ്മുടെ കൈവശമുണ്ട് എങ്കിൽ, കച്ചവട വസ്തുക്കളാണ് നമ്മുടെ കൈവശമുണ്ട് എങ്കിൽ തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? അതിനൊക്കെ സക്കാത്ത് നിർവഹിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളത്. രണ്ടാമത്തത് ഹൗലാണ്, ഒരു വർഷം തികയുക എന്നുള്ളതാണ്. സമ്പത്ത് നിസാബ് എത്തിയ ദിവസം മുതൽ
ചന്ദ്രവർഷപ്രകാരം ഒരു വർഷം മുഴുവൻ അത് ഒരാളുടെ കൈവശം നിലനിൽക്കുന്ന കാര്യത്തിനെയാണ് ഹൗല് എന്ന് പറയാം. ഒരാളുടെ കയ്യിൽ ആ ധനം ഈ വർഷം സക്കാത്ത് കൊടുത്ത ധനമാണെങ്കിലും ശരി, അടുത്ത വർഷവും അതേ ധനം നിങ്ങളുടെ കൈവശമുണ്ട് എങ്കിൽ തീർച്ചയായും അതിനെന്ത് ചെയ്യണം? സക്കാത്ത് കൊടുക്കണം. അല്ലാതെ ഒരു വർഷത്തിൽ ഞാൻ ആ സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എനിക്ക് ആ സക്കാത്ത് ബാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല, ഇനി അതിന് കൊടുക്കേണ്ട, പുതിയതിന് കൊടുത്താൽ മതി എന്നുള്ള നിലപാടല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എത്രയാണോ കൈവശമുള്ളത് അതിനൊരു വർഷം തികയുമ്പോൾ അതിന് പൂർണ്ണമായ രൂപത്തിൽ തന്നെ എന്ത് ചെയ്യണം? നമ്മൾ സക്കാത്ത് കൊടുക്കുവാൻ വേണ്ടി തയ്യാറാവണമെന്നർത്ഥം. അതുകൊണ്ട് ഇത് ആർക്ക് നൽകണം എന്നതും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ കിട്ടിയ പൈസയൊക്കെ സക്കാത്തായി ശേഖരിച്ചു കഴിഞ്ഞാൽ, ഒരു കമ്മിറ്റിയുടെ കീഴിൽ അത് സക്കാത്തായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ആർക്കെല്ലാം കൊടുക്കണമെന്നുള്ളത് വിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. 8 കൂട്ടരായിട്ടുള്ള വിഭാഗത്തെക്കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ഇന്നമസ്വദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീനി വൽ ആമിലീന അലൈഹാ വമുഅല്ലഫത്തിൽ ഖുലൂബിഹിം വഫീ റിഖാബി വൽ ഗാരിമീന വഫീ സബീലില്ലാഹി വബിനി സബീലി ഫരീളത്തുൻ മിനല്ലാഹ് വല്ലാഹു അലീമുൻ ഹകീം. ദാനധർമ്മങ്ങൾ അഥവാ സക്കാത്ത് അത് നൽകപ്പെടേണ്ടവർ ആരൊക്കെയാണ്? ലിൽ ഫുഖറാ, ദരിദ്രരായിട്ടുള്ള ആളുകളാണ്. അതുപോലെ തന്നെ മസാക്കീൻ, പാവപ്പെട്ട ആളുകളാണ്. ആമിലീൻ, സക്കാത്ത് ശേഖരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ, ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾക്കാണ്. മുഅല്ലഫത്തുൽ ഖുലൂബ്, ഇസ്ലാമുമായി മനസ്സ് ഇണക്കപ്പെട്ട ആളുകൾക്കാണ്. വഫിൽ റിഖാബ്, അടിമമോചനം ആഗ്രഹിക്കുന്ന ആളുകൾക്കാണ്. ഗാരിമീൻ, കടബാധ്യത കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്കാണ്. ഗാരിബീൻ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കാണ്. ഇബ്നു സബീൽ, യാത്രക്കിടയിൽ പ്രയാസത്തിലായിട്ടുള്ള വഴിപോക്കരായിട്ടുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെയാണ് സക്കാത്ത് നമ്മൾ നൽകേണ്ടത് എന്ന് വളരെ കൃത്യമായ രൂപത്തിൽ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു ആയത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇന്നമാ എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല തുടങ്ങുന്നത്. ഇന്നമാ എന്ന വാക്കോടുകൂടി തുടങ്ങുന്നത് എന്താ? ഇതിനെ മാത്രം എന്നാണ് അർത്ഥം. ആ 8 കൂട്ടർക്ക് മാത്രമാണ്, അതല്ലാത്ത ആൾക്കാർക്കില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ ആ മാത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധ, ഫരീളത്ത് എന്ന് പറഞ്ഞ് നിർബന്ധ ബാധ്യതയാണെന്ന, നമ്മളോട് നിർബന്ധ ബാധ്യതയാണ്. സക്കാത്ത് എന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആർക്കും നൽകാവുന്ന ഒന്നല്ല എന്നർത്ഥം. നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആർക്കെങ്കിലും ഇങ്ങനെ നൽകുന്ന ഒന്നല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. സാധാരണ ദാനധർമ്മം സ്വതക്ക ആർക്കും നൽകാമെങ്കിലും സക്കാത്ത് ഈ പറയപ്പെട്ട 8 കൂട്ടർക്ക് മാത്രമാണ് നൽകേണ്ടത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അപ്പൊ എൻ്റെ മക്കൾക്ക് നൽകി, എൻ്റെ ഭാര്യക്ക് നൽകി, എൻ്റെ ഉമ്മാക്ക് നൽകി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? വരാൻ പാടില്ല എന്നർത്ഥം. അവരൊക്കെ നമ്മുടെ ശുശ്രൂഷയിൽ ജീവിക്കേണ്ട ആളുകൾ. അവർക്ക് സക്കാത്ത് കൊണ്ടല്ല ജീവിക്കേണ്ടത്, നമ്മുടെ ബാധ്യതയാണ് അവരെ പോറ്റുക എന്നുള്ളത്. അല്ലാതെ അവർക്ക് പിന്നെ എന്തെടുത്തിട്ടില്ല, സക്കാത്ത് കൊടുക്കലല്ല. ചില ആളുകളൊക്കെ അങ്ങനെ ചെയ്തിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. പുറത്ത് കൊടുക്കും പോകില്ലല്ലോ, അവനാൻ്റെ കുടുംബത്തിൽ തന്നെ ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളത് പ്രത്യേകിച്ച് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ അത്തരം കാര്യങ്ങൾക്കൊക്കെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള കമ്മിറ്റികളുമായിക്കൊണ്ട് ബന്ധപ്പെട്ട്, വിശ്വസ്തരായ കമ്മിറ്റികളുമായിക്കൊണ്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യുക? അത് നിർവഹിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മുടെ കമ്മിറ്റിക്കാരുമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ നമുക്കറിയാൻ സാധിക്കും, ആരാണ് അത്തരത്തിലുള്ള ആളുകൾ എന്ന്. അവരിലേക്ക് അത് വിശ്വസ്തമായ രൂപത്തിൽ തന്നെ എത്തിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ചില ആളുകളുടെ ധാരം സ്വതക്കയും സക്കാത്തൊക്കെ ഒന്ന് തന്നെയാണെന്ന വിചാരം. സക്കാത്ത് കൊടുത്തതോട് കൂടിയിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞി എന്നുള്ള വിചാരിക്കുന്ന ആളുകളുണ്ട്. സക്കാത്ത് എന്നുള്ളത് ഫർളാണ്, സ്വതക്ക എന്നുള്ളത് സുന്നത്താണ്. അത് രണ്ടും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരാൾ സ്വന്തം ഇഷ്ടപ്രകാരം അള്ളാഹുവിൻ്റെ പ്രീതിക്കായി നൽകുന്ന ദാനമാണ് സ്വതക്ക എന്ന് പറയുന്നത്. സ്വതക്ക ഒരിക്കലും സമ്പത്തിനുണ്ട്. ഈ സക്കാത്ത് കഴിഞ്ഞതോട് കൂടിയിട്ട് മുണ്ടാതിരിക്കുകയല്ല ചെയ്യേണ്ടത്. സ്വതക്കകൾ നമ്മൾ നിർവഹിക്കപ്പെടുന്നുള്ളതാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സദക്ക സമ്പത്തിൽ കുറക്കുന്നില്ല. നമ്മ
നഖസത് സദഖത്തും മിൻ മാൽ, ദാനം സദഖ നൽകുന്നത് കൊണ്ട് ഒരു സമ്പത്തും എന്ത് ചെയ്യുന്നില്ല, കുറഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ബാങ്ക് ബാലൻസിൽ നിന്ന് ഒരു തുക കുറയുന്നത് നമുക്ക് കാണാൻ കഴിയുമെങ്കിലും അള്ളാഹു ആ സമ്പത്തില് നൽകുന്ന ബറക്കത്ത് അനുഗ്രഹം വഴി ആ കുറവുകൾ എന്ത് ചെയ്യും, അള്ളാഹു നികത്തുന്ന. ആലോചിച്ച് നോക്കാണ്ട്, അത് റബ്ബ് സുബ്ഹാനഹു വ തആല നികത്തി തരുന്ന. ആരാണ് നികത്തുന്നവൻ? റബ്ബാണ് നികത്തുന്നവൻ. ആലോചിച്ച് നോക്ക്, അതിലേറെ വിശ്വസിക്കാൻ ആരെയാണ് നമുക്ക്? അപ്പൊ എന്തുകൊണ്ട് നമുക്ക് കൊടുത്തുകൂടാ? സ്വതക്കകൾ നിർവഹിച്ചുകൂടാ? മറ്റൊന്ന്, അള്ളാഹുവിന്റെ വാഗ്ദാനമുണ്ട്. സ്വതക്ക നിർവഹിക്കുന്നവർക്ക് കുറിച്ച് സമ്പത്ത് ചെലവഴിക്കുന്നതിനെ അള്ളാഹു വിശേഷിപ്പിച്ചത് ഒരു നല്ല ഇടപാടെന്നാ പറഞ്ഞത്. ഇരട്ടി പ്രതിഫലം കൊടുക്കുന്ന, ഒരു വിത്ത് പാകിയാൽ അത് 7 കതിരുകളായിട്ട് വളരുകയും ഓരോ കതിരിലും 100 ധാന്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നത് പോലെയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിയുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുക എന്നാ. ഇനി അതിൻ്റെ ഇരട്ടി ഉണ്ടാവുന്ന. ആലോചിച്ച് നോക്കുക. അതായത് 700 ഇരട്ടി വരെ പ്രതിഫലം ലഭിക്കപ്പെടാൻ സാധ്യതയുള്ള കാര്യമാണ് സ്വതക്ക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യഖ്ലിഫുഹു വഹുവ ഖൈറുർ റാസിഖീൻ. നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും അള്ളാഹു അതിന് പകരമായി മറ്റൊന്ന് നൽകുന്നതാണെന്ന്. നിങ്ങൾ എന്ത് ചെലവഴിച്ചിട്ടുണ്ടെങ്കിലും അള്ളാഹു അതിന് പകരമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും? മറ്റൊന്ന് നൽകും. അത് അള്ളാഹിന്റെ വാഗ്ദാനമാണ്. അള്ള തരുന്ന വാഗ്ദാനത്തെക്കാൾ വേറെ ആരുടെ വാഗ്ദാനമാണ് നമുക്ക് സ്വീകരിക്കാനുള്ളത്? റബ്ബത് തരാന്ന് പറയുമ്പോൾ എവിടെയാണ് നമുക്ക് വിശ്വാസക്കുറവ് വരുന്നത്? ആലോചിക്കേണ്ട കാര്യമാണ്. സദഖ നൽകുന്നതിൻ്റെ ഗുണങ്ങൾ, സമ്പത്ത് വർദ്ധിക്കുന്നതിന് പുറമെ മറ്റു ചില ഗുണങ്ങൾ കൂടിയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിപത്തുകളെ തടയുമെന്ന. ഓരോ വിപത്തുകളെ കുറിച്ചല്ലേ നമുക്ക് സംസാരിക്കാനുള്ളത്, ആളുകളോട് സംസാരിക്കാനുള്ളത് അതാണ്. വിപത്തുകൾ ബാധിക്കുന്നതിനെ കുറിച്ചിട്ട് അല്ലേ, ഇന്ന കാര്യങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുകയാണ്, അതാണ് ഇതാണ്. ദാനധർമ്മങ്ങള് ദുരന്തങ്ങളെയും ആപത്തുകളെയൊക്കെ തടയുമെന്നുള്ളത് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യമാണ്. അത് ദാനധർമ്മത്തിലൂടെയാണ്, അത് സക്കാത്തിലൂടെ എന്ന് വിചാരിക്കുന്നത്. അത് ഫർളായി നമ്മൾ കൊടുക്കേണ്ട കാര്യമാണ്. ഇത് സദഖയിലൂടെ അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ അള്ളാഹു പാപമോചനം നൽകുന്നു. വെള്ളം തീയെ എന്നോണം ദാനം പാപങ്ങളെ മായ്ച്ചു കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നമുക്ക് പാപം മായ്ച്ചു പോകും. നമ്മൾ ജീവിതത്തിൽ എത്ര പാപങ്ങളാണ് നിർവഹിച്ചു പോകുന്നത്, അറിഞ്ഞും അറിയാതെയൊക്കെ എത്ര കാര്യങ്ങൾ. അതൊക്കെ മായ്ച്ചു പോകാനുള്ള ഒരു ഉപാധിയായിക്കൊണ്ട് സ്വതക്കയെ നിർണയിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ സ്വതക്കത്തുൽ ജാരിയ, നിലനിൽക്കുന്ന ദാനധർമ്മം എന്നുള്ളത്, അതുവഴി ഒരാൾ അങ്ങനെ നിർവഹിച്ച് മരിച്ചു പോയ ഒരാൾക്ക് അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് ആ പ്രതിഫലം എത്തിക്കൊണ്ടിരിക്കുന്ന. ഭക്ഷണം കൊടുത്താൽ അത് കൊടുത്തു കഴിഞ്ഞ് ആ സ്വതക്കക്കുള്ള പ്രതിഫലമായി. നേരെ മറിച്ച് നിങ്ങളൊരു പള്ളി നിർമ്മിച്ചു, ഒരു മദ്രസ നിർമ്മിച്ചു, അതിൽ എത്രത്തോളം കാലം ആളുകൾ വന്ന് നമസ്കരിക്കുന്നുണ്ടോ, ആ മദ്രസയിൽ എത്രത്തോളം കാലം കുട്ടികൾ ഇരുന്ന് പഠിക്കുന്നുണ്ടോ, അത് ബെഞ്ച് ഡെസ്കുകൾ നിങ്ങൾ സ്പോൺസർ ചെയ്തു, അല്ലെങ്കിൽ ബോർഡുകൾ സ്പോൺസർ ചെയ്തു. ഇതാണ് സ്വതക്കത്തുൽ ജാരിയ. അത് എത്ര കാലം വരെ അവിടെ നിലനിൽക്കുന്നുണ്ട്, അത്രയും കാലം നിങ്ങൾ മരിച്ചുപോയാലും ശരി, അത് നിങ്ങളുടെ ഖബറിലേക്ക് എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുമെന്നാണ്. എന്തൊന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, സദഖത്തുൽ ജാരിയായി നിർവഹിക്കാൻ കിട്ടിയ ചാൻസുകൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കൈവിടാൻ പാടില്ല. കാരണം മരണത്തിന് ശേഷം ഒരു അമല് കിട്ടുന്നുണ്ടെങ്കിൽ അതേ ഉള്ളൂ. ആലോചിച്ച് നോക്കാണ് നിങ്ങൾ, അതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് നിലനിർത്തുവാൻ നമ്മൾ എന്ത് ചെയ്യണം? സാധിക്കണമെന്നാണ്. സക്കാത്ത് സമ്പത്തിനെ ശുദ്ധീകരിക്കുമ്പോൾ സ്വതക്ക ആ ശുദ്ധീകരിച്ച സമ്പത്തിനെ വളർത്തുകയും ഉടമസ്ഥന് പരലോകത്ത് തണലൊരുക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. വിതക്കുന്നവനെ കൊയ്യാൻ കഴിയൂ എന്ന തത്വം പോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകുന്നവന് മാത്രമേ അതിൻ്റെ ഇരട്ടി പ്രതിഫലം കൊയ്യുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുക. സദഖയും സക്കാത്തുമെല്ലാം നിർവഹിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നിർബന്ധ സക്കാത്തിനെ കുറിച്ച്
നമ്മൾ അറിയേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. സക്കാത്ത് നൽകുന്നത് ഈമാനുള്ളവരുടെ അടയാളമായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ പരിചയപ്പെടുത്തിയത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറയുന്ന കൂട്ടത്തിൽ എണ്ണപ്പെട്ട ആരാണ് എന്ന് പറയപ്പെടുന്നവരുടെ കൂട്ടത്തിൽ വല്ലദീന ഹും ലിസകാത്തി ഫാഇലൂൻ എന്നാണ് അല്ലാഹു പറഞ്ഞത്. അത് കൊടുക്കുന്ന ആളുകൾക്ക് എന്തുണ്ട്? വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും. വിശ്വാസികളായിക്കൊണ്ട് വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും. സക്കാത്ത് നൽകാത്തവനാണെങ്കിലോ അവർ മുശ്രിക്കുകളുടെ സ്വഭാവമുള്ളവരാണെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല മുശ്രിക്കുകളുടെ ശിക്ഷയെക്കുറിച്ച് വവൈലുൽ ലിൽ മുശ്രിക്കീൻ എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് പറയുന്ന കാര്യം എന്താണെന്നറിയോ? അല്ലദീന ലാ യുഅ്തൂന സക്കാത്താണ്. അവരെന്തിനായിരുന്നു സക്കാത്ത് നിർവഹിക്കാറുണ്ടായിരുന്നില്ല എന്നുള്ളത്. അപ്പം ആ ഒരു കൂട്ടരിലേക്കാണ്, മുശ്രിക്കുകളുടെ സ്വഭാവമുള്ള ആളുകളായിക്കൊണ്ടാണ് അത് നിർവഹിക്കാത്ത ആളുകൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് കാണാം. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കാരുണ്യം എന്ത് ചെയ്യും? സക്കാത്ത് നൽകുന്നവന് ലഭിക്കും. വഅഖീമുസ്സലാത്ത വആതുസ് സക്കാത്ത വഅതിഉല്ലാഹ റസൂൽ, നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും അള്ളാഹിന്റെ റസൂലിനെ അനുസരിക്കുകയും ചെയ്യുന്ന ആളുകൾ ലഅല്ലക്കും തുർഹമൂൻ, അള്ളാഹുവിന്റെ കാരുണ്യത്തിലായിത്തീരുന്നു, അള്ളാഹിന്റെ കാരുണ്യത്തിന് ആയിത്തീരുന്ന ആളുകളാകും. അതുപോലെ തന്നെ സ്വർഗം ലഭിക്കുമെന്നാണ് അബൂ അയ്യൂബിൽ ഖാലിദ് ബിൻ സയ്യിദ് അൻസാരി റളിയല്ലാഹു അൻഹു നിവേദിച്ചിരുന്ന ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ ദൂതരെ, എന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന കർമ്മങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ റസൂലേ എന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു, നീ അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാത്ത വിധം അവനെ നീ എന്ത് ചെയ്യണം? ആരാധിക്കണം. നമസ്കാരം മുറപ്രകാരം നീ നിർവഹിക്കപ്പെടണം. സക്കാത്ത് നൽകണം, കുടുംബ ബന്ധം ചേർക്കണം എന്ന അതിൽ സക്കാത്തിനെ കുറിച്ചും എന്ത് ചെയ്യുന്നുണ്ട്? സൂചിപ്പിക്കുന്നുണ്ട്. സ്വർഗത്തിൽ സിദ്ദീഖുകളുടെ ശുഹദാക്കളുടെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് ഒരിക്കൽ ഖുദാഹ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് എന്ത് ചെയ്യണം? വരികയാണ്. എന്നിട്ട് തീർച്ചയായും ഞാൻ അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ലെന്നും താങ്കൾ അള്ളാഹുവിൻ്റെ റസൂലാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം 5 നേരത്തെ നിസ്കാരം ഞാൻ നിർവഹിക്കുന്നുണ്ട്, ഞാൻ നോമ്പെടുക്കുന്നുണ്ട്, അതേപോലെ നമസ്കരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ സക്കാത്ത് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഈ അവസ്ഥയിൽ മരണപ്പെട്ടാൽ അവൻ സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും കൂട്ടത്തിലാണ് എന്നുള്ള പ്രത്യേകത നൽകിയിട്ടുണ്ട്. ആ കൂട്ടത്തിനും സക്കാത്തിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഉണർത്തി തന്നു എന്നുള്ളതാണ്. ഇനി സക്കാത്ത് നൽകിയിട്ടില്ലെങ്കിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലം യംനഉ സകാത അംവാലിഹിം ഇല്ലാ മുനിഉ അൽ ഖത്ര മിനസ് സമാ, സമ്പത്തിന്റെ സക്കാത്ത് അവൻ നൽകാതിരിക്കുന്നില്ല എങ്കിൽ ആകാശലോകത്ത് നിന്നുള്ള മഴ അവർക്ക് തടയപ്പെടുന്നതാണ്. സമ്പത്തിൽ സക്കാത്ത് കൊടുത്തിട്ടില്ലാണ്ടെങ്കിൽ നാട്ടുകാരൊക്കെ അങ്ങനെ ആയിത്തീരുന്നുണ്ടെങ്കിൽ അവിടെ അള്ളാഹുവിൻ്റെ മഴ വർഷിപ്പിക്കുന്നത് എന്ത് ചെയ്യും? അള്ളാഹിൻ്റെ കാരുണ്യം വർഷിപ്പിക്കപ്പെടുന്നത് നിന്നു പോകുമെന്നർത്ഥം. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ഗൗരവം മറ്റൊന്ന് എന്താണ്? ഒരു ജനത സമ്പത്തിന്റെ സക്കാത്ത് നൽകാതിരിക്കുന്നില്ല, അള്ളാഹു അവരെ വരൾച്ച കൊണ്ട് പരീക്ഷിക്കാതെ എന്നാണ്. വരൾച്ച വന്നെത്തുന്ന അന്നം കൂടിയൊക്കെ നിന്ന് പോകുന്ന രൂപത്തിലുള്ള വരൾച്ചകൾ അല്ലാഹു സുബ്ഹാനഹു തആല അവിടെ ഇത് ചെയ്യുമെന്നാണ്. അപ്പം ആഭരണത്തിനും എല്ലാത്തിനും സക്കാത്തുണ്ട് എന്ന് മനസ്സിലാക്കുക. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരിമാർ, എന്നെ കേൾക്കുന്ന ഈ ആളുകളുടെ ഭാര്യമാരോടും ഉമ്മമാരോടും പെങ്ങന്മാരോടൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് അവർക്ക് സക്കാത്തുണ്ട്, അവരുടെ ആഭരണങ്ങൾക്ക് സക്കാത്തുണ്ടെന്ന. ഒരു സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരുന്നുണ്ട്. അവരോടൊപ്പം അവരുടെ 2 മക്കളും ഉണ്ട്. ആ കുട്ടികളുടെ കയ്യിൽ കട്ടിയുള്ള 2 വളകൾ കണ്ട സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, ഇതിന് നീ സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ എന്ന് വെച്ചപ്പോൾ ഇല്ല റസൂലേ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് കാരണത്താൽ തീയിനാലുള്ള 2 വളകൾ അല്ലാഹു നിങ്ങളെ ധരിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. വേഗം ആ സ്ത്രീ എന്ത് ചെയ്തു? ആ 2 വളകൾ ഊരിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് അങ്ങോട്ട് കൊടുത്തു. നരകത്തെ ഭയക്കേണ്ടതുണ്ട്. ഇന്നത്തെ സ്വർണത്തിന്റെ വില വെച്ച് കൂട്ടി നോക്കി വിശ്വാസികൾ സ്വർണത്തിന്റെ സക്കാത്ത് കൊടുക്കുവാൻ എന്ത് ചെയ്യണം? തയ്യാറാവണം. സ്വർണമോ വെള്ളിയോ കൈവശമുള്ളവർ
അതിൽ ബാധ്യതയാകുന്ന സക്കാത്ത് നൽകാത്ത പക്ഷം ഖിയാമത്ത് നാളിൽ തീ കൊണ്ടുള്ള ഫലകങ്ങൾ അവിടെ രൂപപ്പെടുത്തും. ആ സ്വർണം കൊണ്ടില്ലേ, ആ തീ കൊണ്ടുള്ള ഫലകം അള്ളാഹു ചെയ്യും രൂപപ്പെടുത്തും. എന്നിട്ടോ അത് അവരുടെ ചൂളക്ക് വെച്ചതിന് ശേഷം അവരുടെ നെറ്റിയിലും പാർശ്വഭാഗത്തും പുറത്തുമെല്ലാം അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൂട് വെക്കുവാൻ കൽപ്പിക്കുന്ന. അങ്ങനെ കൂട്ടിച്ച് കാര്യം എന്താ ആലോചിച്ച് നോക്കാനേ. ഇവിടുത്തെ ആ സാധനം പോകാൻ പറ്റിയ കബർക്കാണ്ട് ഇല്ല. ആ കയ്യിലിട്ടതും ഒക്കെ ഇവിടെ ഊരി വെച്ചിട്ട് വെറും ശരീരം കൊണ്ടാണ് പോകേണ്ടത്. 3 കണ്ടം തുണിയിൽ എന്ത് ചെയ്യുക, പൊതിഞ്ഞിട്ട് ആണ്ട് പോവുക. എന്താ കൊണ്ടുപോകാൻ പറ്റുക? ആലോചിച്ച് നോക്കി നിങ്ങൾ. ഒരു സാധനം നമുക്ക് ഇവിടുന്ന് എടുത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ സക്കാത്തിനെ വളരെയധികം എന്ത് ചെയ്യണം, ഗൗരവത്തോടു കൂടി തന്നെ കാണണം. അതിനെ എങ്ങനെ കണക്കൂട്ടാന്നുള്ളതാണ്. തൻ്റെ കൈവശമുള്ള കറൻസി, അതോടൊപ്പം തൻ്റെ അക്കൗണ്ടിലുള്ള പണം, തൻ്റെ കൈവശമുള്ള കച്ചവട വസ്തുക്കൾ പോലെ ഉള്ള വസ്തുക്കളുടെയൊക്കെ വില എന്താണെന്നുള്ളത്, ഇതെല്ലാം കൂടി കൂട്ടിയ ശേഷം കിട്ടുന്ന ആകെ തുകയുടെ 2.5% സക്കാത്തിനായിട്ട് നൽകുക എന്നുള്ളതാണ്. എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു വർഷം തികഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള എന്തൊക്കെയാന്നൊക്കെ എണ്ണി നോക്ക്. ആ സാധനത്തിൽ കൂടി എത്ര റേറ്റ് വരുന്നുണ്ടെന്ന് നോക്കിയിട്ട് അതിൻ്റെ 2.5% സക്കാത്തായി കൊടുക്കും. വളരെ എളുപ്പമുള്ള മാർഗമാണ്. വളരെ ചുരുങ്ങിയ കണക്കോട് കൂടിയിട്ട് നമുക്കത് നിർവഹിക്കപ്പെടുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സക്കാത്തിനെ ഗൗരവത്തോടു കൂടി നമസ്കാരത്തെയും നോമ്പിനെയും ഒക്കെ എടുക്കുന്നത് പോലെ തന്നെ നമ്മൾ സക്കാത്തിനെയും വളരെ ഗൗരവത്തോടു കൂടി അത് വീട്ടിൽ ചെന്ന് പറഞ്ഞ് വീട്ടുകാരോട് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത എന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സക്കാത്ത് നൽകുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ വീഴ്ചകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരട്ടെ. രോഗികളായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളും സഹോദരിമാരും ഒക്കെ ഒരുപാടുണ്ട്. നോമ്പെല്ലാം നോക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിലും നോൽക്കാൻ കഴിയാത്ത വിധം ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ ഉള്ള ഒരുപാട് സഹോദരങ്ങളും സഹോദരിമാരൊക്കെ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അസുഖങ്ങളെല്ലാം ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وأقم الصلاة.